ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാചുമായി ആവശ്യമില്ലാത്ത സംസാരിച്ചത് കൊണ്ട് കർത്താവ് പറഞ്ഞു, നീ വായ കൊണ്ടേറ്റു പറയണം. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ ദൈവം പറഞ്ഞത് അവിശ്വസിച്ച് പിശാച് പറഞ്ഞത് വിശ്വസിച്ചത് കൊണ്ട് ദൈവം പറഞ്ഞു, രക്ഷപ്പെടണമെങ്കിൽ, വന്ന പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ ദൈവത്തെ വിശ്വസിക്കണം, അവന്റെ വചനം വിശ്വസിക്കണം. എന്തോ വചനം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. എന്തോ വചനം? ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. ദൈവവൈതലേ, നീ വചനം വിശ്വസിക്കുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രി ആര് പറയുന്നതിനേക്കാൾ, പാരമ്പര്യം പറയുന്നതിനേക്കാൾ, ദൈവത്തിന് സ്തോത്രം, മതങ്ങൾ പറയുന്നതിനേക്കാൾ, മാർഗങ്ങൾ പറയുന്നതിനേക്കാൾ വചനം പറയുന്നത് വിശ്വസിക്കുന്നവര്, സുവിശേഷം പറയുന്നവർ, വിശ്വസിക്കുന്നവര്, ദൈവവചനം പറയുന്നവർ, ഏറ്റെടുക്കുന്നവര് കരങ്ങൾ ഉയർത്തി അവനെ സ്തുതിച്ചാരാധിക്കാമോ? ആമേൻ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി. എനിക്കത് ചെല്ലാൻ അറിയത്തില്ല, പ്രാണത്തില്ല. എന്തുവാ പൗലോസ്ലീഹാ ധന്യൻ ചൊൽകേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതൊഴി ചിങ്ങരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തവസാനിപ്പിപ്പോൻ ധാന്യൻ. ദൈവത്തിന്റെ ഉപദേശത്തിൽ അവസാനിപ്പിക്കുന്നവനാണ് ധന്യനെന്ന് എവിടെയാണ് തുടങ്ങിയത്? 1-ാം നൂറ്റാണ്ടിൽ ഈ വിശ്വാസം ആരംഭിച്ചത് പാരമ്പര്യത്തിൽ നിന്നല്ല, അത് പരിശുദ്ധാത്മാവിൽ കൂടെ മാനവജാതിക്ക് നൽകിയ ദൈവത്തിന്റെ വചനത്തിൽ കൂടെയാണ്. ആ വചനത്തിന് വിരോധമായി ഞങ്ങളാകട്ടെ, ദൂതനാകട്ടെ അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ശരിയല്ലേ? പാടിയത് കറക്റ്റാ. സത്യവചനത്തിന് വിരുദ്ധമായി ഏത് വലിയ തമ്പുരാൻ പഠിപ്പിച്ചാലും ശരിയല്ലെന്നാ. മനസ്സിലായോ? ഇത് സ്വർഗത്തിൽ സ്ഥിരമാക്കി എനിക്കും നിനക്കും തന്നേക്കുന്നതാ. ഇതിനകത്ത് വെള്ളം ചേർത്തപ്പോഴാണ് പലതരം ഉപദേശങ്ങളുണ്ടായത്. മനസ്സിലായോ? രക്ഷപ്പെടണമെങ്കിൽ നിർമ്മല സുവിശേഷം. നിർമ്മല സുവിശേഷം. എന്താണ് നിർമ്മല സുവിശേഷം? മറ്റൊരുത്തനിലും, അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ, ആകാശത്തിൻ കീഴിൽ, മനുഷ്യരുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ നാമം ഏതാണ്? അത് സൃഷ്ടികൾ മകുടമായിരിക്കുന്ന, സൃഷ്ടാവായിരിക്കുന്ന, ത്രിത്വത്തിന്റെ രണ്ടാമനായിരിക്കുന്ന, ആമേൻ, പിതാവായ ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ഓമന പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമമാണ്. വേറെ ഒരു നാമത്തിനും മനുഷ്യനെ രക്ഷിക്കാൻ സാധ്യമല്ല. ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയ്ക്കും മനുഷ്യനെ രക്ഷിക്കാൻ സാധ്യമല്ല. ദൈവ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിശുദ്ധനേക്കാൾ വലുത് വിശുദ്ധനെ സൃഷ്ടിച്ചവനാണ്. വിശുദ്ധയേക്കാൾ വലുത് വിശുദ്ധയെ സൃഷ്ടിച്ചവനാണ്. ഇന്ന് രാത്രി വഞ്ചിക്കപ്പെടല്ലേ, തെറ്റുപറ്റല്ലേ. ഹല്ലേലൂയ. അപ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാച് പറഞ്ഞത് എവിടെ? ഹൃദയത്തിൽ കയറി. ആ ഹൃദയത്തിൽ നിന്ന് അത് പറിച്ചു കളഞ്ഞ് കർത്താവായ യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിച്ചല്ലാതെ രക്ഷ പൂർണ്ണമാകത്തില്ല. ആമേൻ. കർത്താവായ യേശുവിനെ ഹൃദയങ്ങളിൽ ശുദ്ധീകരിക്കുമ്പോൾ അവനെ രക്ഷിതാവായിട്ട്, കർത്താവായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ സ്റ്റീറിങ് അവൻ്റെ കയ്യിലാണ്.
നീ കാറിന്റെ ഉടമസ്ഥൻ നീ സമ്മതിച്ചു, പക്ഷെ അവൻ ആ സ്റ്റിയറിംഗ് കൊടുത്തേക്കുന്നത്, അവൻ ഓടിക്കും, നീ പുറകിരിക്കും. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് അതുപോലെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കരങ്ങൾ ഒരു തരം ഹല്ലേലൂയ പറയാമോ? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആര് പറഞ്ഞാലും. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ഹവ്വയുമായി സംസാരിച്ച പിശാചിന്റെ വചനങ്ങൾ അവളുടെ ഹൃദയത്തിൽ ആമേൻ ദുഷ്ടത കുത്തിവെച്ചു. അതുകൊണ്ട് യെരമ്യാവ് പറഞ്ഞു, യെരമ്യാ പ്രവചനം 17-ാം അധ്യായം 9-ാം വാക്യം, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ള ഇറ്റ് ഈസ് കറപ്റ്റ് ആൻഡ് വിക്കറ്റ്. ദുഷിച്ചതായി, ദുഷ്ടം നിറഞ്ഞതായി. മനസ്സിലായോ? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവിശ്വാസം വന്നാൽ ആ ഹൃദയത്തിന് തിരുവചനം ഇട്ടിരിക്കുന്ന പേര് നോക്കുമ്പോൾ ആ അർത്ഥം ശരിയാണെന്നുള്ളത് സമ്മതിക്കാതെ പറ്റത്തില്ല. എബ്രായർക്ക് ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം, സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. വിശ്വാസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പോയാലുണ്ടല്ലോ, പിന്നെ അതിന്റെ പേര് ദുഷ്ടഹൃദയമെന്നാണ്. പെന്തിക്കോസ്തുകാരാ, നിനക്കൊരിക്കലായി പകർന്നിരിക്കുന്ന, വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം പെന്തിക്കോസ്തുകാരനായാലും നിന്റെ ഉള്ളിൽ നിന്ന് പോയാലുണ്ടല്ലോ, പിന്നെ നിന്റെ ഹൃദയത്തിന്റെ പേര് ദുഷ്ടഹൃദയമെന്നാണ്. ദുഷ്ടഹൃദയത്തിന്റെ ഉടമ ദുഷ്ടനുമാണ്. നീ പിന്നെ വിശ്വാസിയല്ല. അതുകൊണ്ടാണ് ഹൃദയം സൂക്ഷിച്ചോണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും യഹോവേ നിനക്ക് പ്രസാദമുള്ളതാകട്ടെ. ആമേൻ. വിശ്വാസം പോയാൽ, അവിശ്വാസം വന്നാൽ നിനക്ക് ദുഷ്ടഹൃദയമാണ്. നിനക്ക് ദുഷ്ടഹൃദയം വന്നാൽ നീ ജീവനുള്ള ദൈവത്തെ ത്യജിക്കും. ദൈവം പറഞ്ഞത് അവൻ ഹല്ലേലൂയ നീ മറക്കും. സംഭവിച്ചതാ. വാക്യം കൂടെ വായിച്ച്. സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുക. അവിശ്വാസം ഒരു മനുഷ്യനിൽ വന്നാൽ അവൻ എന്ത് ചെയ്യും? ജീവനുള്ള ദൈവത്തെ ത്യജിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതായത് അവൻ ജീവനുള്ള ദൈവമാണെന്ന് നീ വിശ്വസിക്കണം രക്ഷിക്കപ്പെടാൻ. അവിശ്വാസം പോയിട്ട് വിശ്വാസം അകത്ത് വന്നാൽ യേശു ജീവനുള്ള ദൈവമാണെന്ന് മനസ്സിലാകും. മനസ്സിലായോ? രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ, യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണെന്ന് വിശ്വസിച്ചേ പറ്റൂ. പല ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണമാണെന്നും പല വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഒരെണ്ണമാണെന്നും വിചാരിച്ചിട്ട് കാര്യമില്ലെന്ന്. യേശുവല്ലാതെ മറ്റൊരുത്തനുമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന കാരണങ്ങൾ ദൈവത്തെ സ്തുതിച്ച്, മാനവജാതിയുടെ രക്ഷയ്ക്കായി, പാപത്തിന്റെ പരിഹാരത്തിനായി നിനക്ക് വേണ്ടി ഒരു വിശുദ്ധനും മരിച്ചില്ല, ഒരു വിശുദ്ധയും മരിച്ചില്ല. നിനക്ക് വേണ്ടി മരിച്ചവൻ ഒരുവൻ മാത്രം, നസ്രയനായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തത്. യേശു നിന്നെ സ്നേഹിച്ചത് മറ്റുള്ളവരുടെ റെക്കമെൻഡേഷൻ കൊണ്ടല്ല, നിന്നെ നീയായി തന്നെ അറിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ സ്നേഹം വിറ്റാൻ വിശുദ്ധന്മാരുടെ സഹായം വേണ്ടാത്തത്. മനസ്സിലായോ? ചേട്ടാ, എൻ്റെ മക്കൾക്ക് എന്നോടൊരു കാര്യം പറയാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ സഹായം വേണോ? വിശുദ്ധന്മാരൊക്കെ ദൈവത്തിന്റെ സ്നേഹിതന്മാരാ, സമ്മതിച്ചു. എടാ, എനിക്ക് എൻ്റെ അപ്പനോടൊരു കാര്യം പറയാനായിട്ട് എവരുടെയൊക്കെ സഹായം വേണോ? വേണ്ട. നിനക്ക് നിന്റെ പിതാവിനോട് നേരിട്ട് പറയാം. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച്. മനസ്സിലായോ? ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ചെന്നാൽ കൂട്ടുകാരനോട് അവിടെ നിൽക്കാൻ പറയും, ഞാൻ ചെന്ന് സംസാരിക്കും എൻ്റെ അപ്പനോട്. നിനക്ക് ഒരു വിശുദ്ധൻ്റെയും കൂട്ട് വേണ്ടെന്ന്, ഒരു വിശുദ്ധയുടെയും കൂട്ട് വേണ്ടെന്ന്, വെറുതെ തിരിയൊക്കെ കത്തിച്ച് കാശ് കളയേണ്ടെന്ന്, നേരെ നോക്കിക്കോളാം മുകളിലോട്ട്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈ ദൈവത്തിന്റെ സ്നേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. മനസ്സിലായോ? ദൈവസ്നേഹം, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അവൻ സ്നേഹിച്ചതുപോലെ ഒരു ഭക്തനും ഒരു വിശുദ്ധനും നിന്നെ സ്നേഹിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോ ഈ തോട്ടത്തിൽ വെച്ച് ദൈവം പറഞ്ഞത് അവിശ്വസിച്ചുകൊണ്ട്
ആമേൻ. പിശാച് പറഞ്ഞത് വിശ്വസിച്ചപ്പോൾ ഹൃദയം ദുഷ്ടഹൃദയമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹൃദയം ദുഷ്ടമായാൽ കുഴപ്പമെന്നറിയാമോ? വായിക്കാം. ആമേൻ, താഴോട്ട് വായിച്ചേ. ആ വൃക്ഷഫലം തിന്മാൻ നല്ല ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. മനസ്സിലായോ? വിശ്വാസം പോയാൽ ദുഷ്ടഹൃദയം വരും. ദുഷ്ടഹൃദയം വന്നാൽ നിന്നെ നശിപ്പിക്കുന്ന സാധനം നല്ലതാണെന്ന് തോന്നും. മനസ്സിലായോ? ഇത് തിന്ന ചാവും. പക്ഷേ പറയുന്ന എന്നാ? ഒന്നുകൂടെ വായിച്ചേ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് കണ്ടു. പ്രൈസ് ദി ലോർഡ്. നിന്നെ നശിപ്പിക്കുന്ന സാധനം നല്ലതാണെന്ന് കാണും. എപ്പോഴാണെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ വിശ്വാസമില്ലെങ്കിൽ നീ ദുഷ്ടഹൃദയത്തിന് ഉടമയാകുമ്പോൾ. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മദ്യം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ അത് നോക്കിയിട്ട് കൊള്ളാമല്ലോടാ, പീറ്റർ സ്കോട്ട് ആണല്ലോടാ, ബ്രാൻഡി ആണല്ലോടാ, വിസ്കി ആണല്ലോടാ, റമ്മാണല്ലോടാ, ചാരായമാണല്ലോടാ എന്നൊക്കെ പറഞ്ഞ് അത് നോക്കി രസിച്ച് അത് കുടിക്കാൻ കൊള്ളരുതാത്തതാണെന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അത് കൊള്ളാവുന്നതാണെന്ന് പറഞ്ഞ് പോക്കറ്റിലെ കാശ് കൊടുത്ത് അത് മേടിച്ച് മൂക്ക് ഒത്തിപ്പിടിച്ച് അവന് കണ്ണടച്ചു പിടിച്ച് കുടിച്ച് തല ഒരു കലക്കലും കൂടെ കലക്കി. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്തോട്ട് ചെന്നാലും അവൻ ചിലത് നേടിയെന്ന് തോന്നുന്നത് നിന്റെ ഹൃദയം ദുഷ്ടഹൃദയമായതുകൊണ്ടാണ്. അതിനകത്ത് ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചും വിശ്വാസമില്ലാതെ പോയതാണ്. ആമേൻ. എടാ, സർക്കാർ കാശ് കൊടുത്ത് പറഞ്ഞേക്ക് അതിൽ എഴുതിക്കോണം ഇത് വിഷമാണെന്ന്. എന്നാലും ശനിയാഴ്ച വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സിവിൽ സപ്ലൈസിന്റെ വാതുക്കൊക്കെ ഭയങ്കര ക്യൂ ആണ് വിഷം മേടിക്കാൻ. എത്ര കുടുംബങ്ങളാണ് വഴിയാധാരമായത്. എത്ര നിരപരാധികളാണ് കുത്തുകൊണ്ടും വെട്ടുകൊണ്ടും ചത്തത്. എത്ര വണ്ടിയാ ഇതകത്ത് ചെന്ന് ഓടിച്ചിട്ട് ഇടിച്ചത്. ഓരോ ദിവസവും അവൻ എത്ര കുടുംബങ്ങളാണ് അനാഥമാകുന്നത്. എന്നിട്ടും വലിച്ചു കയറ്റിയല്ലേ. എന്നാണ് ഇതിന്റെ അർത്ഥം? ജീവിതത്തിൽ ദൈവഭയം പോയി, ദൈവവചനത്തിന് സ്ഥാനമില്ല, വിശ്വാസമില്ല, ദുഷ്ടഹൃദയത്തിന്റെ ഉടമകളായി. ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടാൽ ദുഷ്ടഹൃദയത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ നിനക്ക് കൊള്ളരുതാത്തത് നല്ലതാണെന്ന് തോന്നും. വൃക്ഷഫലം ഒന്നുകൂടെ പറഞ്ഞേ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. പുള്ളിയും അടിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പിശാച് സ്ത്രീയെ വിശ്വസിപ്പിച്ചു. സ്ത്രീ ആരെ വിശ്വസിപ്പിച്ചു? ഭർത്താവിനെ വിശ്വസിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ഭർത്താവാ കൂടുതൽ ഗതികെട്ടവൻ. പിശാചിനെ വിശ്വസിപ്പിച്ചത് അല്ല, പിശാച് വിശ്വസിപ്പിച്ചതിന് പിന്നെ ഒരു എക്സ്ക്യൂസ് ഉണ്ട്. ഇവളെ വിശ്വസിച്ചതിനോ ഒരു എക്സ്ക്യൂസും ഇല്ല. നിന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിലുള്ള വിശ്വാസം പോവുക മാത്രമല്ല, അവിശ്വാസം അകത്ത് കയറുകയും ചെയ്തു. ഫലം പറിച്ചു, തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു, രണ്ടും കൂടെ പുറത്തും പോയി. ഇതാണ് ഇന്ന് ലോകത്തിൽ സകല മാനവജാതിയുടെയും പാപത്തിന്റെ അടിസ്ഥാന സംഭവം. അത് നടന്നത് ഹൃദയത്തിലാണ് തുടങ്ങിയത്. ഹൃദയത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടന്നത്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ അവൻ്റെ മനസ്സിന് അന്തരമുണ്ടാകണം, മാനസാന്തരമുണ്ടാകണമെന്ന് ദൈവം പറഞ്ഞു. പാപം ഉത്ഭവിച്ചത് ഹൃദയത്തിലാണ്. ഈ പ്രപഞ്ചത്തിൽ പാപത്തിന്റെ ഉൽപ്പത്തി ഹൃദയത്തിലാണ്. ഏത് ഹൃദയത്തിലാണെന്നറിയാമോ? യെശയ്യാവ് 14:14. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ?
നീ ഹൃദയത്തിൽ പറഞ്ഞു അത്യുന്നതിന് സമനാകും. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് അഹങ്കാരം കയറിയാൽ വെട്ടേറ്റ് താഴെ വീണിരിക്കും. അത് മനുഷ്യനായാലും ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. വീഴ്ചയ്ക്ക് മുമ്പ് നഗളം. എവിടെയൊക്കെ അഹങ്കാരം കയറിയിട്ടുണ്ടോ അവിടെ എല്ലാം ചരിത്രത്തിൽ ചെളിഞ്ഞു കിടക്കുകയാണ്, വീണിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും താഴ്മയോടെ ആയിരിക്കണം. അഹങ്കരിക്കരുത്. നിന്റെ പദവിയിൽ അഹങ്കരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ഗതി ഇതാണെങ്കിൽ മനുഷ്യ നിന്റെ പദവിയിൽ പ്രശംസിക്കല്ലേ, പണത്തിൽ അഹങ്കരിക്കല്ലേ. അപ്പൊ ഹൃദയത്തിനകത്ത് പാപത്തിന്റെ ഉൽപ്പത്തി പിശാചായി തീർന്ന ദൈവദൂതൻ ലൂസിഫറിന്റെ വീഴ്ചയെക്കുറിച്ച് എസെക്കിയേൽ 28-ാം അധ്യായത്തിന്റെ 2 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു. ഇത് എസെക്കിയേൽ 28-ാം അധ്യായം 2-ാം വാക്യം. മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്. പിശാചിനെ സോർ പ്രഭുവിനോട് ഉപമിച്ചുകൊണ്ട് പറയുകയാണ്. മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിന്റെ ഹൃദയം നിഗളിച്ചുപോയി. നിന്റെ ഹൃദയം നിഗളിച്ചുപോയി. പാപത്തിന്റെ ഉറവിട ഉത്ഭവം. ഇനി 28-ാം അധ്യായം 5-ാം വാക്യം. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു. നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചിരിക്കുന്നു. ഇന്നും മനുഷ്യന് ദാരിദ്ര്യത്തിൽ നടക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഇച്ചിരി കാശുണ്ടായാൽ അഹങ്കാരം വന്നു കയറും. പ്രൈസ് ദി ലോർഡ്. അഹങ്കാരം. നിന്റെ ജീവിതത്തിൽ നന്മ വരുമ്പോൾ എത്ര താഴ്ത്താമോ അത്രയും താത്തിക്കോണം. നിനക്ക് പദവി വരുമ്പോൾ എത്ര താഴാമോ അത്രയും താത്തിക്കോണം. നിനക്ക് ഹല്ലേലൂയ അനുഗ്രഹം വരുമ്പോൾ എത്രയും താത്താമോ അത്രയും താണോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 28-ാം അധ്യായം 12 മുതൽ താഴോട്ട് വായിക്കാം. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നീ മാതൃകാ മുദ്രയാകുന്നു. നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാനം സമ്പൂർണനും. നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിൽ ഉള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. അത് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാൻ പറഞ്ഞു, രാവിലെ പറഞ്ഞല്ലോ, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ആർക്കും വേണ്ടാതെ കിടന്ന നീ ഇപ്പൊ അഗ്നിമയ രഥങ്ങളുടെ മുമ്പേ വലിയ വലിയ ആളുകളുടെ കൂടെ നടക്കുക. പ്രൈസ് ദി ലോർഡ്. നീ വലിയ വലിയ ആളുകളുമായിട്ട് സൗഹൃദമാണ്. അഹങ്കരിക്കല്ലേ. ദൈവവചനം ശ്രദ്ധിച്ചോണം. വായിച്ചതോട്ട്. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ. വായിച്ചോ. നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. പക്ഷേ നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ്. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. ബിക്കോസ് ഓഫ് ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് ദൈ ട്രാൻസാക്ഷൻസ്. തിരക്കങ്ങോടുകൂടി ബിസിനസ് അങ്ങോട്ട് വർദ്ധിച്ചപ്പം അകത്ത് സാഹസം വന്ന് നിറഞ്ഞെന്ന്. നിന്റെ ബിസിനസ് ഇപ്പോൾ വളരുന്നത് കൊണ്ട് അഹങ്കരിക്കല്ലേ. പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് അഹങ്കരിക്കല്ലേ. ശമ്പളം കൂടിയതുകൊണ്ട് അഹങ്കരിക്കല്ലേ. ഇതെല്ലാം വിലയില്ലാതാകാൻ ഒരു സെക്കൻഡ് മതി. മനസ്സിലാക്കിക്കോണം. ഒരു മിനിറ്റ് മതി. അങ്ങനെ പിശാച്, ദൈവദൂതനായിരുന്നവൻ ലൂസിഫർ വെട്ടേറ്റ് നിലത്ത് വീണു. കാരണം അവന്റെ ഹൃദയം അഹങ്കരിച്ചു. ദൈവത്തെ പോലെ ആകാൻ അവൻ നോക്കി.
ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന് അവന് ഹൃദയത്തിൽ പറഞ്ഞു. അവൻ വെട്ടേറ്റ് നിലത്ത് വീണു. അവനെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് അസൂയ പൂണ്ട് ദൈവത്തെ പോലെ ആകുവാൻ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെതായ നിലവാരത്തിൽ വളർന്ന് 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 ക്രിസ്തുയേശു എന്ന തലയോളം വളർന്ന് അവൻ ദൈവത്തെ പോലെ ആകുന്നതിന് മുമ്പ് അവന്റെ ഭാഗ്യം മുളയിലേ നുള്ളിക്കളയുവാൻ പിശാച് പരീക്ഷകനായി അടുത്തു ചെന്നു. അങ്ങനെ മനുഷ്യൻ സമ്പത്തും ആരോഗ്യവും ഐശ്വര്യവും നഷ്ടപ്പെട്ടവനായി ഇന്ന് ദാരിദ്ര്യത്തിൽ ഉഴലുന്നു. ആർക്കാ സമാധാനം? ആർക്കാ സ്വസ്ഥത? ദൈവത്തെ വിളിക്കുന്നവനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹൃദയത്തെ സൂക്ഷിച്ചോണം. ആമേൻ. എങ്ങനെ ഹൃദയത്തെ സൂക്ഷിക്കണം? 95-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസ്സാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ, ഈ മൈക്കിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നോടൊക്കെ വിളിച്ചു പറയുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ, അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, മരുഭൂമിയിലെ പോലെ മസ്സാ നാളിലെ പോലെ നിന്റെ ഹൃദയത്തെ കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ ഹൃദയം കഠിനമാക്കുന്നത് ആരാ? നമ്മളാ. ഹൃദയം കഠിനമാക്കല്ലേ. അതുകൊണ്ട് ദൈവവചനം 3 പ്രാവശ്യം ആവർത്തിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നോക്കാം. പ്രൈസ് ഗോഡ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം, 3-ാം അധ്യായം 15-ാം വാക്യം, 4-ാം അധ്യായം 7-ാം വാക്യം. ഇത്രയും വായിച്ച് അവസാനിപ്പിക്കാം. 3-ാം അധ്യായം 3-ന്റെ 8. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. 3-ന്റെ 15. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. 4-ന്റെ 7. ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. ഇന്നും നിശ്ചയിച്ചിരിക്കുന്നു. ഈ 2008 ഏപ്രിൽ മാസം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 6-ാം തീയതി നിശ്ചയിക്കപ്പെട്ട ദിവസമാണെന്ന് മനസ്സിലാക്കുക. ഏറ്റെടുക്കുക. കണ്ണുകളടയ്ക്കാം. തലയിട